ഓം ഗം ഗണപതേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലസൗസുപത്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കുജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോവിലം. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. താർമകൾ കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജമേത്രൻ കഥകൾ തൻ കേട്ടേടിനാൻ. ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നോട് ഗർഭം ശമിപ്പിച്ച് മാർഗവും പിന്നിട്ട് അയോധ്യാപുരിപുക്ക് താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ച് മേദിനീപുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്ന് മഹാരാജധാനിയകമ്പുക്ക് വന്നിതോ സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നോട് നാനാഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രു സുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാതിരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായ ലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവൻ നളിനാസനപ്രിയൻ നാരാകാരാദി നളിനശര ഗുരുനാഥൻ നരസകന്മാനാ ജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളികരമ്യവദനൻ നരകാരി നാളിക ബാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസ വംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ
ഭക്തജനോത്തമാ ഭുക്തിമുക്തിപ്രദൻ ശക്തിവിമുക്തൻ വിമുക്തത ഹൃദിസ്ഥൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനും മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നാൻ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോലൻ ഭക്തപരായണൻ മംഗളദേവത കാമുകൻ രാഘവൻ അങ്കജാനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോൽപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണാവിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ട് ഭഗ്നിയാൽ വേജിതനായ അതികോമളൻ ബാലാനിശാകര ബാലദേശേല സത്മാലേയ പങ്കം അലങ്കരിച്ചിങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനു സമാനനയാ സമം ലീലയാ തമ്പൂല ചൗർവണാദ്യൈരതിവേലം വിനോദിച്ചരുളുന്നതുരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനൻ മുക്ത ശരശ്ചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സംകാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാതരൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തൻ നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു. വന്ദേ പദം കരുണാതിദേ സാമ്പ്രതം നാനാവിഷയസംഘം പൂണ്ടു മേവിന മാനസത്തോടും സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചയാൾ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാൺമാനവകാശവും വന്നിതു. പുണ്ടരീകോത്ഭവോത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിതേ. എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധി. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളിയ സന്തോഷം ഉൾക്കൊണ്ട് അരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. യുദ്ധമാകർണ്യ രഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാ മനുവീരരെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനെന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതി. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്ന് ലോകേശ ചൊന്നത് സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണബോധയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗ്രഹണിയാകുന്നത് നിർണയം. ഈ 7 ലോകവും നിന്റെ ഗ്രഹമിപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും അർണോജ സംഭവനാദിത്രണാന്തമാം. ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും. ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ
മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ട് സത്വരജസ്തമോ നാമഗുണത്രയ യുക്തനായീഴനം വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ. സത്യം തയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാവതേ. ലോകത്രയ മഹാഗേഹത്തിന് ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരഥ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നത് ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേയാദിവൻ നീ ശചി ജാനകി ജാതവേദസ്സു നീ സ്വാഹാമഹീസുധ അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസീ ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവീ ജാനകി ശക്രദൂതൻ നീ സദാഗതീ ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരീ സീത രാജരാജൻ ദേവസുന്ദരാ ജാനകി രാജപ്രവര കുമാരാ രഘൂപതേ രാജീവലോചനാ രാമാദയാനിതേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർധ്രുവം നീലതാരൂപേണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാ സൽഗുണവാരിതേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ സൽസർവഭൂമേവ നീ ചേതോ വിമോഹന ശ്രീലങ്കവാചകം യാതൊന്നതൊക്കെ ജാനകീദേവി. നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളുവോ ജഗൽപദേ. മായയാമൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായ മഹത്തത്വം എന്നത് ഇങ്കൽ നിന്നുണ്ടായ സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്ന് ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാരബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായെന്നുള്ളോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ല അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനതും അന്യൂനാം പരന്തുയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിൽ നിന്നും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവും രാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്നിത് ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്ര ലയിക്കുന്നതും ഒക്കവേ നിൻ കളിയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപാ ജീവനം രഞ്ജുവെങ്കിൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ജ്ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യുദുഃഖാദികൾ തൽക്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. തൊൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്ത് തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. തദ്ഭക്ത ഭൃത്യന്മാർ ലേഖനെ എന്നൽപജ്ഞനാം എന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. ത്വന്നാഭി പങ്കജത്തിങ്കൽ നിന്ന് ഏകദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണ് നമസ്കരിച്ച് എന്നീ വണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പ പരിപ്ലുതനേത്രനായി
വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാന ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നതു നീയും അതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകന്നോട് സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിൻ ഉത്തരമായി അരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ, ചിത്തേ വിഷാദമുണ്ടായികയതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലേ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യന്ത്രണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധ കർമ്മഫലോകക്ഷയം വരുന്നേരത്തൊഴിഞ്ഞ് മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളികലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുദാനാന്വയനാശം വരുത്തുവാൻ സത്യമിതെന്ന് അരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന. നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡനമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദം അമ്മാറിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോരോ ഗുണഗണം കണ്ടവർക്കുണ്ട് അകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പത്നീ പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ ഉൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം. ഈ പ്രജകൾക്കനുരാഗമവങ്കലും ഉണ്ടെപ്പോഴും ഏറ്റം അതോർത്ത് കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമാൻ അതിനേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്ന് മുഹൂർത്തം അടുത്ത ദിനം തന്നെ. പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങളെന്ന് തന്നെ ബധ സംഭരിച്ചിടണം. രാമനോടൊന്നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാഥവും പൂരിക്കദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളിക നേത്രനം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ.
എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോട് യുദ്ധം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷ്യേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാൽ കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ ദിവ്യ നാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളമഴ്ത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജപർണ്ണങ്ങൾ കൊണ്ട് വായ് കെട്ടിവെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശാപാണികളായി സഭാന്തികെ നർത്തകിമാരോടും വാരവധുജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം ഹസ്ത്യശാപത്തിരഥാതി മഹാബലം. വസ്ത്രാദ്യലങ്കാരമോട് വാണിയിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം. മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക. ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗ്രഹം എത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നത് നേരം അറിഞ്ഞു രഘുവരൻ. ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തിത്തതാ ഭക്തിയോടും അതിഭക്ത്യാരഹുത്തമൻ പുൽക്കലശസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയനദേവകളിന്ന് പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. തൊൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. തൊൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമാ ചൊന്നത് നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിത് നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമിന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷകൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിലിക്കാലമത്രയും ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നുതാ പങ്കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വിളിച്ചെത്തിയിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ദിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായോരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതനം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോട് ദാതാവുതാൻ അരുളി ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്ന് അപേക്ഷിക്കുന്നതുണ്ട്.
ഞാനിന്നിയും യോഗേശാദേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്യായമാം ആചാര്യ നിഷ്കൃതേ കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്യായമേ ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിത അപ്രവക്തവ്യം മയാ രാമകുത്രജിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്തു നാളെന്നത് കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്ത് മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ് ഒരുക്കുവാൻ വൈകാതെ വന്നീടും ഉഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനൻ ലക്ഷ്മണൻ തന്നോടും നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവ് നീ രാജ്യഭോക്തവും നീ അത്രേ വത്സാമമത്വം ബഹേ പ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാശു നീ മത്സമനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രതീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാൻ ഒരു പുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്ത് നിർമ്മലമായ ഒരു മാല്യവും നൽകിനാൾ കൗസല്യവും തനയാഭ്യുതാർത്ഥമായി കൗതുകമോട് പൂജിച്ചു ലക്ഷ്മിയെ നാദേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകേയപുത്രേ വശഗതനായകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതയെ നീക്കി തുണച്ചിടുകമ്പികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നത് നേരം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യയ്ക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടെ മാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ മദനാന്തരെ വാണിയിടിനാൾ ചെന്ന് ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവക്രയാങ്കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയിതാനും അവളോട് ചൊല്ലിനാൾ മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നാളികലോചനയാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം ദുർഭഗേ മൂടേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടന്നറിയാതെ ഏറിയോരാവത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ യുദ്ധമവൾ ചെന്നത് കേട്ടു സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകേയപുത്രിയും ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാൾ ആദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു
താപമുപാഗതമെന്ന് നീ ചൊല്ലുവൻ കാരണം ഞാൻ അറിഞ്ഞില്ല. അത് ഇല്ലൊരവകാശമേതും നിരൂപിച്ചാൽ നീ എന്നുടെ രാമകുമാരനോളം പ്രിയൻ എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റുള്ളവർക്കു കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമില്ലാതെ ഒരു വാക്കു പറയുകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനും പ്രീതിപൂർവകം മൂഢേ. നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ. നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ കേകേയപുത്രി തൻ വാക്കുകൾ കേട്ടള ആകുലചേതസാ പിന്നെയും ചൊല്ലിനാൻ. പാപേ മഹാഭയ കാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും ദ്രവൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇത് രാജ്യാഭിഷേകം കൃതം. രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കുകയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലമാം. സാപത്നജാതപരാഭവം കൊണ്ടുള്ള താപവും പൂണ്ട് ധരണിയിൽ വാഴുകയാൽ നല്ലോ മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലീ കാലം. തൽസുതൻ തന്നെ വാഴിക്കുന്നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാകണം. നാടടക്കം ഭരതന്നു വരുമതിൻ പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാൻ ചിരം വേണമെന്നാകിലതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടേ സൈന്യ സമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വെണ്ണിലകമ്പുക്ക് സന്നദ്ധനായി ചെന്ന് സുരരോടേറ്റമപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം. പോരില്ലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ. ചിത്രമത്രേ പ്രതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്ത് പൃഥ്വീന്ദ്രനും യുദ്ധ നിർവർത്തനായോരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതോ നൃപനും. നിഞ്ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം നീ. എന്നെ രക്ഷിച്ചു കൊണ്ടതുമൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൽ ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതിമായ ദ്രൗപദീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടും എന്നും പറഞ്ഞിരിക്കുന്ന വരദ്വയമെന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നത് മുന്നമേ മാനസേ തോന്നിബലാൽ ഈശ്വരാജ്ഞയാം ധീരതയോടിനെ ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്കനി. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടൊരു കാർകൂന്തലഴിച്ചിട്ടു
പൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതേ. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മനസം മന്ദര ചൊന്ന പോലെ അതിനേതും ഒരന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയം നേവിനാൾ. കൈകേയി മന്ദരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവാൻ 100 ദേശങ്ങൾ ഇതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കവും വരായികയിൽ നീ ചേതസ് ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൻ മന്ദര. പിന്നെ ഔവണ്ണം അനുഷ്ഠിച്ചു രാജ്യം. ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിങ്കിൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടം ദൃഢം. ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സ്വൽപ്പുമാൻ. കഞ്ചളം പറ്റിയ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകമ്പുക്കരുളിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ച് ഇതേ ദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധം മന്ദസ്മിതം ചെയ്തരിക വരും പുരാ സുന്ദരിയാമിവളിൽ നിങ്ങു പോയിനാൾ. മന്ദമാകുന്നിത് ഉന്മേഷമെൻ മനസ്സെ ചൊല്ലുവിന്ദാസികളെ ഭവത്സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളിമാരും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതിന് മൂലമേതുമറിഞ്ഞീല ഞങ്ങളോ മന്നവാ തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങ് അരികത്തിരുന്ന് സസംഭ്രമം മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരേ ചൊല്ലുചൊല്ലെന്തിതു വല്ലഭേ നാദേ വെറുനിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോട് ചൊൽകടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്യനാ എന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ച നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്ക് എങ്കിലർത്ഥപതിയാക്കിയ വൈപ്പനവനെ ഞാൻ അർത്ഥവാനേറ്റം അനിഷ്ടം നിനക്കെങ്കിൽ നിർധനനാകുവേനെന്നും അവനെ ഞാൻ വധ്യനെന്നും വധ്യനാക്കിയിടാ അവന്ധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനും മാനിനി ഖേദിപ്പതിൻ എന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാലഗ്നമേ ചെയ്വൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായമാം വല്ലഭേ യുദ്ധം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരെന്തുടച്ചുദ്ധാനവും ചെയ്ത് മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ
സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവങ്ങൾ അതു 2 ഇച്ഛയുണ്ടെന്നു വാങ്ങിയിടുവൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനെന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാകണം. രാമനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിലെന്ന് മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വ്രജമേറ്റദ്രേ പതിച്ച പോലെ ഭൂവി സജ്ജര ചേതസാ വീണിതു ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ. കിങ്കിമേതൽ കൃതം ശങ്കരാ ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ട് ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവം ഉര ചെയ്തു. എന്തിവണ്ണം പറയുന്നത് ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചു ദുരാഹവൻ മൽപ്രാണഹാനികരമായ വാക്കുകൾ നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ലേ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിത് തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രൻ രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമിപതിയായി ഭരതൻ ഇരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൽ കാൽക്കൽ വീണ മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൻ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്കുകൾ ചൊല്ലിയിടിനാൽ പങ്കജനേത്രനാം രാമനുഷസ്സിന് ശങ്കാവിഹീനൻ വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭുവിരാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വിടഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാകേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥ മിഥ്യയാക്കിയിടലാം. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ച് ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വാണിയിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമരാമേതി രാമേതിർപ്ലാപേന യാമിനി പോയിതോ വത്സരതുല്യയായി ചെന്നാൽ അരുണോദയത്തിനു സാദരം. വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യസ്തുതി ശബ്ദേന സംഗീതഭേദങ്ങൾ എന്നിവറ്റെക്കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരം
ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രം അവരെ നിവാരണം ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവറുകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃക്ഷലതാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുട തഴചാമരം കാലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജീരഥങ്ങൾ പാദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂലചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൾ. സ്ത്രീ ബാലവൃന്ദാവതിപുരവാസികൾ ആപത് കൗതൂഹലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചേർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യമകരായുധമണികുണ്ടല സംമുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകശ്ചതലോചനഭംഗിയും പുണ്ടരീകാരാദിമണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയും കുന്തമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരവാഭയും കന്ദരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടും കൂപ്പീടൂരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷംഗഭജംഗവും കമ്പം കലർന്നു കമടപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജതുല്യമാം അങ്കൃതലങ്ങളും ജംഭാരരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലേയാദി ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ നിറത്തോട് ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രം മുത കാണായി വരുന്നു നമുക്കിനിയെന്നിതം മാനസതാരിൽ കുതിച്ച നമുക്കെല്ലാം ക്ഷോണീപതേ സുതരാകിയ രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം. രാത്രിയാൻ രാക്ഷസി പോകുന്നതില്ലെന്ന് ചേർത്ത വിഷാദമോടൗത്സുക്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരാവാസികളാദരാൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം രാമചന്ദ്രായ തേ നമഃ.